ഓക്സിജൻ സിലിണ്ടറിന് ആവശ്യമായ വൈദ്യുതി പോലും ലഭ്യമാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ UDF സർക്കാർ മാറിയെന്ന് മുൻ MLA ആന്റണി ജോൺ വൈദ്യുതി പ്രതിസന്ധിക്കെതിരെ ചേലാട് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരന്തരമായ വൈദ്യുതി മുടക്കം കാരണം ജനജീവിതം ദുസ്സഹമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ CPIM പിണ്ടിമന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലാട് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മുൻ MLA ആന്റണി ജോൺ മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരണത്തിൽ ജനങ്ങൾ അറിയാതിരുന്ന ഒന്നാണ് വൈദ്യുതി പ്രതിസന്ധിയെന്ന് ആന്റണി ജോൺ ചൂണ്ടിക്കാട്ടി. കൃത്യമായ പ്ലാനിങ്ങോടെ പ്രവർത്തിച്ചുകൊണ്ടാണ് മുൻ സർക്കാരിന് വൈദ്യുതി മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിച്ചത്. വൈദ്യുതി വാങ്ങുന്നതിന്റെ ഭാഗമായി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ മെയ് മാസത്തിൽ തന്നെ നടത്തേണ്ടതാണ്. ഇത്തവണ മഴ കുറയുമെന്ന് മെയ് മാസത്തിൽ തന്നെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട സർക്കാർ തികഞ്ഞ പരാജയമായി മാറി. ഭരണകക്ഷികളുടെ തമ്മിലടിയും കോലാഹലങ്ങളും ബന്ധുനിയമന വിവാദങ്ങളുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ഇതിന് പരിഹാരം കാണുന്നതിന് പകരം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് വൈദ്യുതി മന്ത്രി ശ്രമിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിന് പകരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞു മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഇവിടെ വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആളുകൾ ഓക്സിജൻ സിലിണ്ടറിന് ആവശ്യമായ വൈദ്യുതി പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് കേരളത്തെ എത്തിച്ചിരിക്കുകയാണ്. കാണണ്ടേ, ഓക്സിജൻ സിലിണ്ടറിന് ആവശ്യമായ വൈദ്യുതി പോലും. ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ചുമതല വഹിച്ച വകുപ്പ് മന്ത്രി എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് സർജറി നടക്കുന്ന സമയത്ത് വൈദ്യുതി പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓക്സിജൻ സിലിണ്ടറിന് ആവശ്യമായ വൈദ്യുതി പോലും ലഭിക്കാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഇതൊന്നും കേരളത്തിന് നേരത്തെ പരിചയം, നമ്മൾ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അത്തരം വാർത്തകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ അത്തരം സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഓക്സിജൻ സിലിണ്ടറിന് കൊടുക്കേണ്ട വൈദ്യുതി പോലും കൊടുക്കാൻ കഴിയാത്ത നിലയിലേക്ക് 2 മാസക്കാലത്തെ VDS സർവീസിന്റെ ഭരണം കേരളത്തെ എത്തിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, നമ്മൾ പരിശോധിക്കേണ്ട ഈ K മുരളീധരൻ എന്ന് പറയുന്ന മന്ത്രി എന്താ പറഞ്ഞത്, അവർക്കിട്ട് അരമണിക്കൂറല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ആകാമല്ലോ എന്ന് പറഞ്ഞ മന്ത്രിയാണ്. ഇതാരെങ്കിലും നമ്മുടെ രാഷ്ട്രീയമായി പറയുന്നതല്ല, അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുകയാണ്, പവർക്കിട്ട് അരമണിക്കൂറല്ലേ ഉള്ളൂ, സർജറിയൊക്കെ അതിനുശേഷം നടത്തിയാൽ പോരെ എന്ന് പറയുന്ന ആളുകളാണ്, അത്തരം ആളുകളാണ് കേരളം ഭരിക്കുന്നത്. CPIM ഏരിയ കമ്മിറ്റി അംഗം ബിജു പി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നേതാക്കളായ TC മാത്യു, SM മലിയാർ എന്നിവർ പ്രസംഗിച്ചു. സമരത്തിന്റെ ഭാഗമായി പിണ്ടിമന ലോക്കൽ കമ്മിറ്റി പരിധിയിലെ കുടുംബങ്ങളിലും മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. ലൈഫ് മലയാളം, കോതമംഗലം.